ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ആദ്യത്തിൽ നമ്മൾ കവിയെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കണം. ഏത് കവിയാണോ എഴുതിയത് ആ കവിയെക്കുറിച്ച്. ഇപ്പോൾ മലയാളത്തിലെ പ്രശസ്തനായ കവി അല്ലെങ്കിൽ കവിയത്രി ഇങ്ങനെ പറഞ്ഞിട്ട് വേണം ആസ്വാദനക്കുറിപ്പ് തുടങ്ങാൻ. ശേഷം ആ കവിയെക്കുറിച്ച് നമുക്കറിയാവുന്ന മറ്റേതെങ്കിലും കൃതികളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് സൂചന നൽകാം. ശേഷം ആ കവിതയിൽ കവി എന്താണോ പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ പ്രകൃതിയെക്കുറിച്ചാണ് പ്രകൃതി, അതല്ല ഗുരു-ശിഷ്യ ബന്ധത്തെക്കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ചൊരു സൂചന നൽകണം. ശേഷം അടുത്ത പാരഗ്രാഫായിട്ട് നമുക്ക് കവിതയുടെ ആശയങ്ങൾ എഴുതി തുടങ്ങാം. ഈ കവിതയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരാണ്? കവിതയാണെങ്കിലും കഥയാണെങ്കിലും ഈ ഒരു രീതിയിലാണ് ആസ്വാദനക്കുറിപ്പിൻ്റെ ഘടന വരുന്നത്. അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ നമ്മുടെ നിരീക്ഷണങ്ങളാണ് എഴുതേണ്ടത്. ഈ കവിതയിൽ നിന്നോ അല്ലെങ്കിൽ കഥയിൽ നിന്നോ നമുക്ക് എന്താണോ മനസ്സിലായത് ആ കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ ഉൾപ്പെടുത്തേണ്ടത്.